Mediatech Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ MI Bluetooth സെൽഫി സ്റ്റിക്ക് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഫസ്റ്റ് ലുക്കും യൂസേജ് റിവ്യൂ ഒക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് നമ്മുടെ MI Bluetooth സെൽഫി സ്റ്റിക്ക് വന്നിട്ടുള്ളത്. MI സ്റ്റോറിൻ്റെ ദിവാലി സ്പെഷ്യലായിട്ടുള്ള പാക്കേജിങ് ഒക്കെയാണ്. പക്ഷേ നമ്മൾ ദിവാലി കഴിഞ്ഞിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്, വന്നതും എല്ലാം അതിന് ശേഷമാണ്. പക്ഷേ ദിവാലി സ്പെഷ്യലായിട്ടുള്ള പാക്കേജിങ് ഒക്കെയാണ്. പക്ഷേ ദിവാലി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിങ് അല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു റിഡക്ഷനോ ഒന്നും നമുക്ക് ഡിസ്കൗണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും നമ്മൾ അതൊന്നും നോക്കുന്നില്ല. അപ്പം ഏകദേശം 1100 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊന്നും ഈ ഒരു പാക്കേജിങ്ങിലില്ല. ഈ ഒറ്റ ബോക്സിലാണ് നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് വരുന്നത്. ഇതിനകത്തിൽ വേറെ ഉള്ളത് പിന്നെ ഒരു മറ്റേ സ്പോഞ്ചിൻ്റെ ഒരു കവറാണ്. അതിപ്പോൾ എന്തെങ്കിലും തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊട്ടായിരിക്കുള്ള ഒരു കവറിങ് മാത്രമാണ് അതിനകത്തുള്ളത്, വേറൊന്നുമല്ല. ബാക്കിയുള്ള ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും എക്യുപ്മെൻറ്റ് എല്ലാം തന്നെ ഇതിനകത്ത് തന്നെയാണുള്ളത്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് അപ്പം ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ബാക്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പരും ഇതെല്ലാം എൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പം അത്യാവശ്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ പ്രീമിയം ലുക്കുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബോക്സിനകത്തിൽ എന്താണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ MIയുടെ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക്, അതുപോലെ തന്നെ ചെറിയൊരു ബോക്സ് കൂടെ അതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിമോട്ടാണ്, നമ്മുടെ MI ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കിൻ്റെ റിമോട്ടാണ് ആ ഒരു ചെറിയ ബോക്സിനകത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു MI ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്കിലാണ് വരുന്നത്. ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു MI സെൽഫി സ്റ്റിക്ക് വരുന്നത്. 1100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാലും അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ 1000 രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ 500-600 രൂപയ്ക്കൊക്കെ നമ്മൾ ഓരോ സെൽഫി സ്റ്റിക്ക് മേടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലുക്കൊക്കെ വരത്തുള്ളൂ. വലിയ ക്വാളിറ്റിയുടെ നമുക്ക് പ്രീമിയമായിട്ടുള്ള ലുക്കൊന്നും വരത്തില്ല. പക്ഷേ ഇത് 1100 രൂപയ്ക്ക് മേടിച്ചത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ MIയുടെ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയും വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു മെറ്റൽ ബോഡി ലുക്കൊക്കെ വരുന്നുണ്ട്, പക്ഷേ മെറ്റൽ അല്ല. പിന്നീട് ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സെൽഫി സ്റ്റിക്കും അതുപോലെ തന്നെ ട്രൈപോഡായിട്ടും ഈ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ചെറിയ മിനി ട്രൈപോഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിലായിട്ട് നമുക്ക് ഒരു റബ്ബർ ബുഷ് അവർ കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാൻഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 3 സ്റ്റാൻഡിലും റബ്ബർ ബുഷാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ താഴെ വെച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ടേബിളിലും ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഒരയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു ട്രൈപോഡിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ താഴെ ഒരയാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ റബ്ബർ ബുഷ് വെച്ചിരിക്കുന്നത്. അതൊരു നമുക്ക് പിടിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഒരു ഭാഗത്തൊക്കെയാണ് നല്ലൊരു ഇതുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത് ഓപ്പൺ ആക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അവർ റബ്ബർ ബുഷൊക്കെ വെച്ചിരിക്കുന്നതും. പക്ഷേ ഇതിൻ്റെ അകം എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പൊള്ളയായിട്ടിരിക്കുന്നുണ്ട്. വലിയ ക്വാളിറ്റി ട്രൈപോഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് 2 തട്ട് കിട്ടിയാൽ ഒടിഞ്ഞു പോകാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ട്രൈപോഡായിട്ട് ഇത് വലുതായിട്ട് യൂസ് ചെയ്യാൻ പോകണ്ട. സെൽഫി സ്റ്റിക്കായിട്ട് ഒരു പ്രീമിയം ലുക്കിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു സാധനം സാധിക്കുന്നതാണ്. അപ്പം ഇനി അതിൻ്റെ ടോപ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു റബ്ബർ ഫിനിഷിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റബ്ബർ ഫിനിഷിങ്ങിലാണ് നമുക്ക് നമ്മുടെ റിമോട്ടും വയ്ക്കാൻ പറ്റുന്നത്. നമ്മുടെ MIയുടെ MI ബാൻഡിൻ്റെ കൂട്ട് തന്നെയുള്ളൊരു മെത്തേഡാണ് ഇവിടെയും. അതായത് MI ബാൻഡിലും റബ്ബറാണ്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ ഒരു നമ്മുടെ വാച്ചിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ വാച്ച് നമ്മൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇനി അതിൻ്റെ ടോപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ MIയുടെ സെൽഫി സ്റ്റിക്കിൻ്റെ
മൊബൈൽ ഹോൾഡർ കാണാൻ സാധിക്കും. മൊബൈൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി വരുന്നതാണ്. നമുക്ക് 360 ആംഗിളിലൊക്കെ തിരിക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ്. സാധാരണ സെൽഫി സ്റ്റിക്കിൻ്റെ ഒക്കെ വരുമ്പോൾ നല്ല ടെമ്പറും കാണും, പക്ഷേ ഒടിഞ്ഞ് കയ്യിരിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇനി നമ്മളിത് ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഇതിൻ്റെ നീളം കൂട്ടി നോക്കുമ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു കൈ അകലം ഇല്ല, ഒരു കൈ അകലം ഉള്ള നീളമില്ല. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പം ഇത്രയും നീളമാണ് ഈ ഒരു ട്രൈപോഡിന് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് നീളം ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 15 മുതൽ 30 സെൻറ്റിമീറ്റർ ആ ഒരു ലെവലിൽ ഉള്ളിൽ നിൽക്കുന്ന ഒരു നീളമേ ഇതിന് വരുന്നുള്ളൂ. അതിനുള്ളിൽ ഉള്ള നീളമേ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് കൈ പിടിച്ചുകൊണ്ടാണെങ്കിലും അത്യാവശ്യം ദൂരമുണ്ട്, നമ്മളിൽ നിന്നും ദൂരമുണ്ട്. അപ്പോൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമുക്കത് കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസുകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പം ഒത്തിരി പേര് ഹൈറ്റിലോട്ട് ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൽഫി സ്റ്റിക്ക് കൊണ്ട് പറ്റത്തില്ല. അത്യാവശ്യം നീളമുണ്ട്, പക്ഷേ വലിയ ഓവർ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ അവിടാണ് റിമോട്ട് വയ്ക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള ഒരു റിമോട്ട്. പിന്നീട് ആ ഒരു റബ്ബറൈസ്ഡ് ഫിനിഷിംഗ് കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ഫോൺ ചാർജറിലാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളത് അവിടെ വെച്ച് കൊടുക്കുകയാണ്. അവിടെ വെച്ചതിന് ശേഷം ഇനി ഇതെങ്ങനെ ഓൺ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. ആ ഒരു ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അത് ഓണാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പം ആ ഒരു ബ്ലിങ്കിങ് മാറിയിട്ട് അവിടെ സ്റ്റേബിളായിട്ട് ആ ഒരു ലൈറ്റ് നിൽക്കുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് ഓഫ് ആക്കണമെങ്കിൽ നിങ്ങളത് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് ഓഫാക്കാവുന്നതാണ്. അപ്പം MIയുടെ ലോഗോ ഒക്കെ വരുന്ന ഒരു റിമോട്ടാണ് വരുന്നത്. അപ്പം അത്യാവശ്യം പ്രീമിയം ലുക്ക് ഈ ഒരു സെൽഫി സ്റ്റിക്കിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരാൻ കഴിയുന്ന ഒരു സെൽഫി സ്റ്റിക്ക് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ഒരു സെൽഫി സ്റ്റിക്ക് തന്നെയാണ് MIയുടെ ഈ ഒരു ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് MIയുടെ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാനായിട്ടുള്ളത് ഇതിൻ്റെ യൂസേജ് റിവ്യൂ ആണ്. ഇതിൻ്റെ യൂസേജ് റിവ്യൂ നമ്മുടെ സെക്കൻഡ് ചാനൽ സിജിൻ ദേവസി എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് യൂസേജ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടല്ല, നമ്മളൊരു വ്ളോഗാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു വ്ളോഗിനകത്തിൽ ഉള്ള ആ ഒരു വ്ളോഗ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എത്രത്തോളം സ്റ്റെബിലൈസേഷന് ഈ ഒരു സെൽഫി സ്റ്റിക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പെർഫോമൻസ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് തരുന്നുണ്ടെന്ന്. സോ എല്ലാവരും ആ ഒരു വീഡിയോ കയറി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഇത്. ആ ഒരു വീഡിയോ കാണുവാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.